തൻ്റെ കൃപാബഹത്വത്താൽ നമ്മുടെ പാപബഹത്വത്തെ മറച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. പിന്നെയും ഒരു നാൾ കൂടെ എബ്രായ ലേഖന പഠനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിങ്ങനെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരങ്ങളും കൃപയുമൊക്കെ തന്നുവല്ലോ. പിന്നെയും ദൈവം നമ്മെ കാക്കട്ടെ, പരിപാലിക്കുമാറാകട്ടെ. നാം ആരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ദൈവവിഷയമായി സമ്പന്നരാകേണ്ടതിനും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടേണ്ടതിനും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ആന്തരികമായ ദൃഷ്ടികളുടെ കാഴ്ച കൂടുതൽ വ്യക്തത കൈവരിക്കട്ടെ. സ്തോത്രം. എത്രയും മൂടാപ്പേറിയ കാർമേഘമോ മഞ്ഞോ ഒക്കെ മൂടിയ മേഖലകളിലും വ്യക്തതയോടെ നമുക്ക് നമ്മുടെ തുറമുഖം, നമ്മുടെ ലക്ഷ്യസ്ഥാനം കണ്ട് നമ്മുടെ ജീവിതപ്പടകിനെ മുൻപോട്ട് നയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. യാതൊന്നും നിത്യതയുടെ കാഴ്ചയെ മറയ്ക്കുന്നതാകാതിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്രായ ലേഖനം 2-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങളാണല്ലോ. അതിൽ 2-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൈമാറിയ ന്യായപ്രമാണത്തെ ആ വാക്യത്തിൽ നമ്മൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമെന്ന് നാം കാണുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമ പ്രമാണങ്ങളുടെ പ്രത്യേകതകൾ നാം അവിടെ കണ്ടു. ഒന്ന്, അത് സ്ഥിരമായിരുന്നു. 2, അതിൻ്റെ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം. അവിടെ പ്രതിഫലം എന്നതുകൊണ്ട് ശിക്ഷ എന്നാണ് അർത്ഥമാക്കുന്നത്. ശിക്ഷയും ലഭിച്ചു. അപ്പോൾ പഴയ നിയമത്തെ ഇവിടെ ദൈവത്തിൻ്റെ വചനമായിട്ട് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ ലംഘനവും അനുസരണക്കേടും ശിക്ഷ കൊടുക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിന് ബുദ്ധി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ 2 പ്രധാനപ്പെട്ട പാപങ്ങളെക്കുറിച്ച് കണ്ടു. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ലംഘനം, അനുസരണക്കേട്. ആ പദങ്ങളുടെ അർത്ഥം നമ്മൾ വിശകലനം ചെയ്തു. കൂടാതെ പാപം എന്ന പൊതുവായ വിഷയത്തെയും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. പാപം കേവലം ഒരു പ്രവൃത്തിയല്ല, അതിനെ ഒരു പ്രവൃത്തിയിൽ ഒതുക്കരുത് എന്ന് നമ്മൾ കണ്ടു. പകരം അത് ഒരു ആളത്വ രൂപേണ, ഒരു യാഥാർത്ഥ്യമായി നമ്മിൽ വസിക്കുന്നു, നമ്മെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മേൽ വാഴ്ച നടത്തുവാൻ അത് കാത്തിരിക്കുന്നു. അത്
ആദിമ മനുഷ്യനായ ആദം ഹവ്വമാരുടെ ആദ്യജാതനോടും ദൈവം പറഞ്ഞിരുന്നു. ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിൽ, പാപം നിന്റെ വാതിൽക്കൽ ആ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം എന്നോടാകുന്നു. ആ പിന്നെ നീ എന്ത് ചെയ്യണം? നീ അതിനെ കീഴടക്കണം. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതൊരു ക്രിയയല്ല, വെറും ഒരു കർമ്മമല്ല. ഒരു ആളത്വം കൊടുത്തിട്ടാണ് പാപത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഒരു ആളത്വ രൂപത്തിൽ. So Bible states sin, it's not merely an action, but rather it is personified. It is an innate nature. It is an influence. It's the source of action. It's a power. അപ്പോൾ ഈ നിലകളിലൊക്കെ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കണ്ടു. പാപം വളരെ ലളിതമായ നിലയിൽ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളയുന്നത് എന്തും പാപം എന്ന് കണ്ടു. അതിൽ തന്നെ പാപമോ അശുദ്ധിയോ ആകണമെന്നില്ല. സ്തോത്രം. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ റീനമ്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയവയാൽ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോകരുത് എന്ന ഒരാഗ്രഹം ദൈവം മുമ്പാകെ ആ പ്രാർത്ഥനയിലൂടെ വെച്ചു. അതെ, സെൽഫോൺ അതിൽ തന്നെ പാപമല്ല, അതിൽ തന്നെ പാപമല്ല. ഇൻ്റർനെറ്റ്, TV, കേബിൾ, പണം, ഇവയൊന്നും അവയിൽ തന്നെ പാപമല്ല. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവ ആയി കഴിഞ്ഞാൽ, നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞാൽ അത് പാപം ആയി മാറും. അതിനെ വിട്ടുകളയാനും അതിനെ ദ്വേഷിക്കുവാനും നമുക്ക് സാധിക്കണം. സ്തോത്രം. മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിച്ചോട്ടെ. ഞങ്ങൾ പാസ്റ്റേഴ്സ്, ഞാനൊരു ഉപദേശി എന്ന നിലയിൽ എന്നെ വളരെ ചിന്തിപ്പിക്കാറുള്ള ഒരു ചിന്തയാണ് ബിസി വിത്ത് ദ ലോർഡ് ഓർ ഫോർ ദ ലോർഡ്. തിരക്ക് പിടിച്ച് നടക്കുക, പക്ഷേ കർത്താവിന് വേണ്ടിയാണോ അതോ കർത്താവിനോട് കൂടെയാണോ നാം തിരക്കുള്ളവരായിരിക്കുന്നത്? സ്തോത്രം. വിത്ത് ദ ലോർഡ്. വിത്ത് ദ ലോർഡ് ആയിരിക്കണം. പക്ഷേ പലപ്പോഴും മാർത്താൻറ്റിയുടെ കൂട്ടാ നമ്മൾ കർത്താവിന് വേണ്ടി അങ്ങ്, ഞങ്ങളുടെ ഭാഷയാണേ, ശുശ്രൂഷ എന്നും പറഞ്ഞങ്ങ് ഓടി നടക്കുക. ഒട്ടും സമയമില്ല. ചില പാസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബൈബിള് വായിക്കാൻ പോലും നേരമില്ലെന്ന്. തിരക്ക, ബിസി. So this question, very seriously be considered. Busy for the Lord or with the Lord?
അപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷകൾ പോലും നമ്മെ ഒരുപക്ഷെ കർത്താവിൽ നിന്ന് മാറ്റിക്കളയാം. അങ്ങനെയാണെങ്കിൽ ആ ശുശ്രൂഷ പോലും എന്തായിട്ട് മാറുക? പാപമായിട്ട് മാറുക. അത് പാടില്ല. കർത്താവിൽ നിന്നും നമ്മെ അകറ്റുന്നത് എന്തും പാപമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് നെഗറ്റീവ് റിസൾട്ട്സ് ഇൻ റിലേഷൻ വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ നെഗറ്റീവായ, നാശോന്മുഖമായ ഫലങ്ങളെ ഉളവാക്കുന്നതൊക്കെ പാപമാണ്. എൻ്റെ വിശുദ്ധിക്ക് വീഴ്ച വരുത്തുന്ന, എൻ്റെ സമർപ്പണത്തിന് കേടുവരുത്തുന്ന, പ്രത്യാശയെ മങ്ങിപ്പിക്കുന്ന, അങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അങ്ങനെയുള്ളത് എന്തും പാപമാണെന്ന് നാം തിരിച്ചറിയുക. സ്തോത്രം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ പാപം നമ്മിൽ നിന്നുണ്ടാകാം. ഈവൻ ഗാഡ് ഹാഡ് കമാൻഡഡ്, സി നമ്പേഴ്സ് 15:27 വാക്യം, സംഖ്യാപുസ്തകം 15:27, 15:27. ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്ക് വേണ്ടി പാപയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺകോലാട്ടിനെ അർപ്പിക്കണം. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇതേ സംബന്ധിച്ച് ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കണ്ടിരുന്നു. Sacrifice is commanded here for even the unintentional sin. മനഃപൂർവമല്ലാതെ അബദ്ധവശാൽ ഉണ്ടാകുന്ന പാപത്തിന് പോലും ഇവിടെ പ്രായശ്ചിത്തം കഴിക്കണം. പാപയാഗം കഴിക്കണം. അബദ്ധവശാലാണ്, ശരിയാ, പെട്ടെന്നങ്ങ് സംഭവിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ഒരു ചെറിയ വസ്തുതയുണ്ടായി. ഇങ്ങനെ അവർക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരിയാ, ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അങ്ങ് ക്ഷുഭിതനായിപ്പോയി. ആ 2 മിനിറ്റ് ഞാനത് കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ അടുത്ത് ചെന്നു, ക്ഷമ പറയുന്നത് പോലെ വളരെ ലോഹ്യമായിട്ടൊക്കെ, പക്ഷേ പറ്റിയില്ല, അവൾ എന്നോട് അത്രയും കൂടെ അടുത്തില്ല. പറഞ്ഞ ആ ഒരല്പസമയത്തേക്ക് ഇറ്റ് വാസ് അൺഇൻറ്റൻഷനൽ, അബദ്ധവശാൽ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. അതിനെ മോഡേൺ ഭാഷയിൽ സിൻസിയർ സിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. മനഃപൂർവമല്ലാതെ, കരുതിക്കൂട്ടി അല്ലാതെ ഒക്കെ ചെയ്യുന്ന പാപം. പക്ഷേ അതുപോലും ദൈവസന്നിധിയിൽ പാപം തന്നെ. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ വളരെ എക്സ്ട്രാ ഡീസൻ്റാ. നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് എവിടെ ചകഞ്ഞു നോക്കിയിട്ടും ഒരല്പം പോലും തെറ്റോ പാപമോ കണ്ടു കിട്ടുന്നില്ല. എന്നാൽ പോലും നമ്മൾ അതിനാൽ നീതിമാന്മാരെന്ന് വരികയില്ല. കാരണം പൗലോസ് പറയുന്നു, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അവൻ എന്ത് ചെയ്യും? ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ
അധ്യായം 3 മുതൽക്കുള്ള വാക്യങ്ങളാണ്. വിശേഷിച്ച് ഇപ്പോൾ നമ്മൾ വായിച്ചത് 5-ാമത്തെ വാക്യം. പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ലംഘനത്തെയോ പാപത്തെയോ കുറിച്ച് എനിക്ക് ബോധ്യമില്ലെന്ന് കരുതി ഞാൻ നീതിമാനൊന്നും ആകത്തില്ല. കാരണം ഞാൻ വിധിച്ചിരിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ്. പക്ഷേ ദൈവമാണ് എന്നെ വിധിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ നൂലാ പിടിക്കുന്നത്, ദൈവത്തിൻ്റെ അളവുകോലാണ് പിടിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നാം അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന്, ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്, ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അവയെ നമ്മൾ വെറുക്കണം. നമ്മൾ അവയെ ദ്വേഷിക്കുന്നവർ ആകണം. സ്തോത്രം. ഒരു വാക്കുകൂടെ അക്കൂട്ടത്തിലുണ്ട്. നമ്മളിപ്പോൾ ലംഘനം, അനുസരണക്കേട്, പാപം എന്നിങ്ങനെയുള്ള പദങ്ങളെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു പദവും കൂടെ അക്കൂട്ടത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം വിടാം. ദാറ്റ് ഈസ് ഇനിക്വിറ്റി. ഇനിക്വിറ്റി, അധർമ്മം. ഇനിക്വിറ്റി. അതിന് എബ്രായ പദം, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ എബ്രായ ഭാഷ പഠിച്ചിട്ടില്ല. ഭാഷാ പഠനത്തോട് എനിക്ക് അല്പം വിരോധമായിരുന്നു പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അതിൻ്റെ ഉച്ചാരണം അത്ര ക്ലിയറായിട്ട് എനിക്കറിയില്ല. ഉച്ചരിക്കുന്ന ഒരു പക്ഷേ തെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എബ്രായ പദങ്ങൾ പറയുമ്പോൾ സ്പെല്ലിങ് പറയുന്നത് AWON. AWON. എബ്രായ പദത്തിന് വവൽ സ്വരാക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് അതിനെ വളരെ വൈദഗ്ധ്യത്തോടുകൂടെ കണ്ട് പഠിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ഹവൻ എന്നാകാനാണ് സാധ്യത. അതിൻ്റെ അർത്ഥം ക്രുക്കറ്റ്നെസ്, ക്രുക്കറ്റ്നെസ്, പെർവേർഷൻ, കറപ്ഷൻ എന്നൊക്കെയാണ് ഈ ഇനിക്വിറ്റി. ഇനിക്വിറ്റി ഒന്ന് നോക്കിക്കേ. മീഖ 2:1, മൈഖ 2:1. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. In English, please. Woe to them that devise iniquity and work evil upon their beds. When the morning is light, they practice it because it is in the power of their hands. സ്തോത്രം. ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇനിക്വിറ്റി എന്നാണ്. മലയാളത്തിൽ നമ്മൾ വായിച്ചത് നീതികേട്. നീതികേട്, ലോലെസ്നെസ്. ലോലെസ്നെസ്, നീതികേട്. അപ്പോൾ ഇനിക്വിറ്റി എന്ന പാപം, ലോലെസ്നെസ്, അധർമ്മം, ധർമ്മരഹിതമായ അവസ്ഥ, ധർമ്മരഹിതമായ അവസ്ഥ. അനോമിയ എന്നാണ് ഗ്രീക്ക് വാക്ക്. അനോമിയ, ANO.
MIA, anomia, lawlessness. ദുഷ്ടത, നീതികേട്, അധർമ്മം എന്നൊക്കെ അതിനെ നമുക്ക് തർജ്ജിമ ചെയ്യാം. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ മീഖായുടെ പ്രവചനത്തിൽ വായിച്ചതുപോലെ മനഃപൂർവമായി ചെയ്യുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ എ പ്രീകൺടെംപ്ലേറ്റഡ്, premeditated, deliberate committing of sin. It is a deliberate choice to remain in sin or to continue committing sin. ബോധപൂർവം വളരെ ചിന്തിച്ച് പാപം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയാണിത്. പാപത്തിൽ തുടരാനുള്ള തീരുമാനമാണിത്. ഇറ്റ്സ് എ ഡെലിബറേറ്റ് ചോയ്സ്, pre-contemplated or meditated. അതാണ് പ്രവാചകൻ പറഞ്ഞത്. കിടക്കമ്മയിൽ ഇങ്ങനെ കിടക്കുമ്പം ചിന്തിക്കുക, നാളെ എന്തൊക്കെ പണി ഒപ്പിക്കണം, നാളെ എന്തൊക്കെയാ, എവിടേക്കെയാ, എങ്ങനെയൊക്കെയാ. അങ്ങനെ ചിന്തിച്ച് തീരുമാനമൊക്കെ എടുത്ത് അതിനുള്ള അവസരങ്ങളെ തക്കം പാർത്തിരുന്ന് ചെയ്യുന്ന അനീതിയെ, അധർമ്മത്തെ ഇനിക്വിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു. നീതികേട്, അൺറൈച്ചസ്നെസ്, ഇൻജസ്റ്റിസ്. അതിലെ പ്രധാനപ്പെട്ട ഘടകം നേരത്തെ ചിന്തിച്ച് മനഃപൂർവം അത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സംഖ്യാപുസ്തകത്തിൽ വായിച്ചതുപോലെ അബദ്ധവശാൽ ഉണ്ടാകുന്നതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. ഇത് വളരെ ചിന്തിച്ച് ചെയ്യുന്നതാണ്. Continuing or choosing to continue in sin without any repentance or even remorse. ചെയ്യുന്ന പാപത്തെക്കുറിച്ച് മാനസാന്തരമില്ലാതെ, അനുതാപമില്ലാതെ പാപത്തിൽ തുടരാനുള്ള തീരുമാനമാണത്. അതുകൊണ്ടാണ് ഇത് അല്പം ഗൗരവതരമായതായി മാറുന്നത്. ഈ നീതികേട് അല്ലെങ്കിൽ ഇനിക്വിറ്റി ഗൗരവമുള്ളതായിട്ട് തീരുന്നു. അതിനെ പലതരത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്, പൊതുവായിട്ട് അധർമ്മത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നു. മത്തായി 7:23 വാക്യം. 7:23. ഞാൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ഇറ്റ്സ് എ ജനറൽ യൂസേജ്. പൊതുവായിട്ട് മാനസാന്തരമില്ലാതെ പാപം ചെയ്തവരെ വിളിക്കുന്ന പേരാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ. പൊതുവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വേറെയും പല വചനങ്ങളുണ്ട്. 13:41, 13:41, മത്തായി തന്നെ 13:41. കിട്ടിയില്ലേ? മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന്
എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയാം. ഇവിടെ എല്ലാം അധർമ്മം എന്നുള്ളത് പൊതുവായി മാനസാന്തരമില്ലാതെ പാപം ചെയ്തവരെ കുറിക്കാൻ വേണ്ടിയാണ്. എഴുതുന്നവർക്കായി വേറെ ചില റെഫറൻസും കൂടെ, ഇനിയുള്ളത് വായിക്കണ്ട സമയം ലാഭിക്കുന്നതിന് വേണ്ടി. 23:28 മത്തായി തന്നെ 23:28, 23:28. 24:12, 24:12, 24:12. റോമർ 6:19. നമ്മൾ പണ്ട് അനീതിയുടെ ദാസന്മാരായിരുന്നു എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. റോമൻസ് 6:19. 2 Corinthians 6:14, 2 കൊരിന്ത്യർ 6:14 വാക്യം. ചില ബൈബിളുകളിൽ അവിടെ അൺറൈച്ചസ്നെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചില ബൈബിളുകൾ, ചില വേർഷൻസിൽ ഇനിക്വിറ്റി എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വേറെയും പല വാക്യങ്ങളുണ്ട്. അപ്പം അധർമ്മത്തെ, ഇനിക്വിറ്റിയെ പൊതുവെ മാനസാന്തരം ഇല്ലാതെ, അനുതാപമില്ലാതെ, മനസ്താപമില്ലാതെ തുടർമാനമായി ചെയ്യുന്ന പാപത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഹാബിച്വൽ സിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായി ചെയ്തു വരുന്ന പാപത്തിൻ്റെ അവസ്ഥകൾ. അതിനെക്കുറിച്ചൊന്നും ഒരു അനുതാപമില്ല. ഹൃദയം കഠിനപ്പെട്ട് അങ്ങ് ചെയ്യുക. തെറ്റ് ചെയ്തു എന്നൊരു ബോധം പോലും ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരിൽ കാണുന്നില്ലെന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. അതാണ് ഇനിക്വിറ്റിയുടെ പൊതുവായ ഒരു അർത്ഥം. മറ്റൊന്നുണ്ട്, ഇൻ പ്ലൂറൽ സെൻസ് ഓൾസോ ദിസ് വേർഡ് ഈസ് യൂസ്ഡ്. ഡിക്ഷണറി, ഇന്നലെ ഞാൻ പറഞ്ഞ ഡിക്ഷണറിയിൽ നിന്നാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ബൈബിൾ നിഘണ്ടു, വാക്കുകളുടെ പഠനം നടത്തുന്ന പുസ്തകം. ഇനിക്വിറ്റി അഥവാ അധർമ്മം, അനീതി എന്നതിനെ പ്ലൂറലായിട്ട് ബഹുവചന രൂപത്തിലും നാം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഓഫ് ആക്ട്സ് ഓർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഇനിക്വിറ്റി ഓർ ലോലെസ്നെസ്, മോർ ദാൻ വൺ വർക്ക്, different manifestations. അനീതിയുടെ വിവിധമായ പ്രവർത്തികൾ. റോമർ 4:7 ഒന്ന് നോക്കിക്കാട്ടെ. റോമൻസ് 4:7. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൽ നിന്ന് പൗലോസ് അവിടെ എടുത്തെഴുതുകയാണ്. ഇംഗ്ലീഷിലും കൂടെ നോക്കിക്കോ. Blessed are those whose lawless deeds are forgiven and whose sins are covered. അവിടെ സിൻസ് എന്ന ബഹുവചന പ്രയോഗമാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. അപ്പം ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ലോലെസ്നെസ്. അതുപോലെ തന്നെ ഹീബ്രൂസ് 10:17, എബ്രായർ 10:17 കൂടെ. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്നരുളിച്ചു. അവിടെയും ബഹുവചന പ്രയോഗമാണ് ഉള്ളത്. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് മനഃപൂർവമായിട്ട്
മാനസാന്തരമില്ലാതെ, അനുതാപമില്ലാതെ പാപത്തിൽ തുടരുന്ന അവസ്ഥകളാണ് ഹാബിച്വൽ സിൻസ്, കണ്ടിന്യൂയിങ് ഇൻ സിൻസ് വിതൗട്ട് റിപ്പൻറ്റൻസ്. അത് പാപത്തിൻ്റെ മേൽ പാപം ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോകും. ദാവീദിന്റെ പാപം തന്നെ ഉദാഹരണം. ബേത്ശേബയുമായിട്ടുള്ള അവന്റെ പാപം, അതിൻ്റെ ആദ്യ ഘട്ടം അൺഇൻറ്റൻഷണൽ ആയിരുന്നു. അവൻ ഊരിയാവിൻ്റെ ഭാര്യയെ കാണണമെന്നും പറഞ്ഞ് ടെറസിൽ കയറിയതൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെന്നുള്ള താല്പര്യത്തോടെ കയറിയതൊന്നുമല്ല. അബദ്ധത്തിൽ യാദൃശ്ചികമായി സംഭവിച്ച ഒന്നാണ്. പക്ഷെ അതിന് ശേഷം ചെയ്തതോ, ഹി പ്ലോട്ടഡ് ടു കിൽ ഉരായ. ഊരിയാവിനെ കൊല്ലാൻ വേണ്ടി അവൻ പദ്ധതികൾ തയ്യാറാക്കിയായിരുന്നു. അവനെ കൊല്ലിക്കുകയായിരുന്നു. അപ്പൊ പലരും ചെയ്യുന്ന പാപം ഇങ്ങനെയാ, കരുതി കൂട്ടി. കയ്യിൻ്റെ പാപം അങ്ങനെയായിരുന്നല്ലോ. അവനുള്ളിൽ കോപം വന്നു, സഹോദരനോട് പ്രതികാരം ചെയ്യാൻ മനസ്സിൽ ഉറച്ചു. അവനോടത് പ്രകടിപ്പിക്കാതെ, വാ അനിയ നമുക്ക് പറമ്പിൽ പോകാമെന്നും പറഞ്ഞ് അവനെ വശീകരിച്ച് വിളിച്ചുകൊണ്ടുപോയി അവനോട് കയർത്തു കൊന്നു. മനസ്സിൽ പാപം ചെയ്യാനായിട്ട് കരുതുന്നു, അതിനുള്ള കരുക്കൾ നീക്കുന്നു, അനുകൂല സാഹചര്യം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ പാപം ചെയ്യാൻ അനുകൂല സാഹചര്യം ഒരുക്കിയെടുക്കുന്നു, എന്നിട്ട് പാപം ചെയ്യുന്നു. ആ പാപത്തോട് വീണ്ടും പാപം കൂട്ടുവാനായിട്ട്, എന്നാൽ ഇത്രയായി, എന്നാൽ ഏതായാലും നനഞ്ഞു, എന്നാൽ പിന്നെ അങ്ങ് കുളിച്ച് കയറിയേക്കാം, ഏതായാലും ഇത്രയും ചെയ്തു, പാപി എന്ന് പേര് വന്നു, എന്നാൽ പിന്നെ അങ്ങ് മൊത്തം ചെയ്തു, തുടരാം. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഹാബിച്വലായിട്ട് ഒരു എന്താ പറയുന്നത്, ശീലമായി പാപത്തിൽ തുടരുന്നതുമാണ് ഈ ഇനിക്വിറ്റി അഥവാ അധർമ്മം എന്നുള്ളത്. അത് ഒരു പ്രവൃത്തി മാത്രമല്ല, അതിങ്ങനെ പിന്നെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊരു പാപപ്രകൃതമായി, പാപസ്വഭാവമായി മാറും. അത് പിന്നീട് വളർന്ന് അതിന് രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ കൂടെ നമുക്ക് കണ്ടെത്തിയിട്ട് ആ ഭാഗം വിടാം. അതിൻ്റെ ഒരു പേര് എബ്രായ ലേഖനത്തിൽ തന്നെയുണ്ട്, 12-ാമത്തെ വാക്യത്തിൽ, 12:1 ഹീബ്രൂസ്. നമുക്കറിയാവുന്ന കാര്യമാണ്, മുറുകെ പറ്റുന്ന പാപം. Sin that easily entangles us. മുറുകെ പറ്റുന്ന പാപം അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഇനി മാറ്റാൻ ഒക്കാത്ത ഒരു ശീലമായിട്ട് മാറി. പാപം ചെയ്യാതിരിക്കാൻ ഒക്കാത്ത, പാപം ചെയ്യുന്ന ഒരു ശീലമായിട്ടങ്ങ് മാറി. It became a habit of committing and continuing in sin. അപ്പം ആ ഒരു സ്വഭാവമായിട്ടത് മാറുകയാണ്, ശീലമായിട്ട് മാറുകയാണ്.
മുറുകെ പറ്റുന്ന പാപമായിട്ട് അത് മാറുകയാണ്. ആ ഒരു പാപസ്വഭാവം, സിൻഫുൾ നേച്ചർ, ഹാബിച്വൽ സിൻസ്, ബോസം സിൻസ്, മടിയിൽ കൊണ്ടു നടക്കുന്ന പാപം എന്നൊക്കെ അതിനെ വിളിക്കും. അപ്പം അധർമ്മം, അനീതി, അതിൻ്റെ മറ്റൊരു പേരാണ്, ഒന്നാമത്തെ രണ്ട് പേരുകൾ അല്ലെങ്കിൽ രണ്ട് തരം പാപങ്ങളായിട്ട് അത് മാറുമെന്ന് പറഞ്ഞത്. അതിലൊന്നാണ് നമ്മൾ എബ്രായർ 12:1 നിന്ന് കണ്ടത്. അത് ഹാബിച്വൽ സിൻസ് അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന്. മറ്റൊന്നാണ് അതിനെ വിളിക്കുന്നത് റോമർ 1:28 ഒന്നും കൂടെ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഒന്നും കൂടെ വായിച്ചോളൂ. റോമൻസ് ദൈവത്തെ 1:28. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തതിന് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. Given up in reprobate mind, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ അതെല്ലാം ഈ പാപത്തിൻ്റെ, ഇനിക്വിറ്റി, അധർമ്മം എന്ന പാപത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നു. റിപ്രബേറ്റ് മൈൻഡ്, നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കപ്പെടുകയാണ്. ബുദ്ധിയെ ഭ്രഷ്ടായിപ്പോയി. സുബോധമേ ഇല്ലാത്ത ഒരാൾ പിന്നെ എന്തൊക്കെ ചെയ്യും? വല്ല പിടുത്തമുണ്ടോ? കള്ളു കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതിരിക്കുന്ന ഒരുത്തൻ തൻ്റെ കൈക്കുഞ്ഞിൻ്റെ തല പിരിച്ചു വരച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മദ്യക്കുപ്പി തുറക്കുകയാണെന്നും പറഞ്ഞു. സുബോധമില്ല. അവൻ എവിടെയാ, എന്താ ചെയ്യുന്നേ, ആരൊക്കെയാ ചുറ്റുപാടുള്ളത്, ഇത് രാത്രിയാണോ പകലാണോ, ലൈറ്റ് ഉണ്ടോ, വീഡിയോ പിടിക്കുന്നുണ്ടോ, മോനാന്നോ മോളാന്നോ ഭാര്യയാണോ അനിയത്തിയാണോ പെങ്ങളാണോ, ഒരു പിടുത്തം ഇല്ല. എന്താ? അവൻ്റെ ബുദ്ധിയെ ഭ്രഷ്ടായിപ്പോയി. ബുദ്ധിയെ ഭ്രഷ്ടായിപ്പോയി. അങ്ങനെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരുവൻ അവൻ്റെ നികൃഷ്ട ബുദ്ധിയിൽ കാട്ടിക്കൂട്ടുന്ന സകല കോപ്രായങ്ങളും ഈ ഇനിക്വിറ്റി അല്ലെങ്കിൽ ലോലെസ്നെസ്സിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അത് പാപത്തിൽ തുടരുകയാണ്, മനഃപൂർവം പാപത്തിൽ തുടരുകയാണ്. ചിലർക്കാണെങ്കിൽ അത് പാപമാണെന്നൊക്കെ അറിയാം, അതിൽ നിന്ന് മടങ്ങി വരണമെന്നും അറിയാം. പക്ഷേ മടങ്ങി വരാനുള്ള ഒരു മനസ്സില്ല. ഈ പാപം ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ നമ്മൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഭയപ്പെടണം. ഏതൊരു പാപവുമാകട്ടെ അത് നമ്മെ അസ്വസ്ഥപ്പെടുത്തണം. പാപം നമ്മെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുന്നെങ്കിൽ, നമ്മുടെ സ്വസ്ഥത കെടുത്തിക്കളയാതിരിക്കുന്നെങ്കിൽ അത് അപകടകരമായൊരവസ്ഥയാണ്. സ്തോത്രം.
മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. അതായത് പാപം, ലംഘനം, അകൃത്യം, അനുസരണക്കേട്, അധർമ്മം, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ പാപമാണ്. ഇവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത പാപം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ തീവ്രത ഈ ഓരോ പദങ്ങൾ കൊണ്ടും വ്യത്യസ്തമാകുന്നുവെന്ന് മാത്രം. പക്ഷേ ഞാൻ ഒടുവിലായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഏത് പാപത്തിൽ ജീവിക്കുന്ന ഒരാളിനും ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കാൽവറി ക്രൂശ്. സ്തോത്രം. മനഃപൂർവം പാപം ചെയ്താലും ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ ഒരു പ്രാവശ്യമോ അല്ല, പാപത്തിൻ്റെ പ്രകൃതത്തിൽ കിടന്ന് വലയുന്നവരായാലും ഇവർക്കെല്ലാവർക്കും പരിഹാരം കണ്ട ഇടമാണ് നമ്മുടെ കർത്താവായ യേശു മരിച്ച ക്രൂശ്. അവൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന എത്ര കഠിനനായ പാപിക്കും ക്ഷമയുണ്ട്. സ്തോത്രം. എത്ര ഉഗ്രനായ തീവ്രമായ പാപം ചെയ്ത് മ്ലേച്ഛതയിൽ ജീവിക്കുന്നവർക്കായാലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെയും വിമോചനമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ആഹ്വാനം നൽകുന്നു. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട, ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ ഒരു ഏക നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. സ്തോത്രം. ഒന്നും രണ്ടും വാക്യങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒന്നും കൂടെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നിന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴി? സ്തോത്രം. ഇവിടെ നമ്മൾ അപ്പോസ്തലൻ നമ്മോട് പറയുന്ന താക്കീത് കേട്ടു. പല ആവർത്തി നമ്മൾ അതിൻ്റെ വിവിധ വശങ്ങൾ ചിന്തിച്ചു. 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ഒരുമിച്ചെടുക്കാം. അതായത് നമ്മൾ പ്രാപിച്ച രക്ഷയുടെ വലിപ്പം,
ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. ഇവിടെ രക്ഷ രണ്ടാം വാക്യത്തോട് താരതമ്യപ്പെടുത്തിയാൽ രക്ഷയ്ക്ക് നിദാനമായ വചനം എന്നും കൂടെ അർത്ഥമാക്കാം. രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൈമാറിയ പ്രമാണങ്ങളെക്കുറിച്ച്. നമ്മൾ അവയെ തിരുവെഴുത്തുകൾ എന്ന് കണ്ടു. തിരുവെഴുത്തുകൾ അതായിരുന്നു അവരുടെ പഴയ നിയമത്തിലെ അവരുടെ രക്ഷയ്ക്ക് ആധാരമായിരുന്നത്. പുതിയ നിയമത്തിൽ എത്തിയിരിക്കുന്ന നമുക്കോ കർത്താവ് ഏൽപ്പിച്ചു തന്നത് ഈ രക്ഷയ്ക്ക് നിദാനമായ ദൈവവചനമാണ്. രക്ഷയ്ക്ക് നിദാനമായ ദൈവത്തിൻ്റെ വചനം. അത് പഴയ നിയമത്തിൽ ദൂതന്മാർ മുഖാന്തരം കൈമാറി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്കോ കൈമാറിയത് ദൂതന്മാർ മുഖാന്തരം അല്ല. അല്ല. സ്തോത്രം. ഏതായാലും അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ രക്ഷാവചനം എങ്ങനെയുള്ളതാണ്? ഇത്ര വലിയ രക്ഷ. സ്തോത്രം. ഇത്ര വലിയ രക്ഷ. രക്ഷയുടെ അർത്ഥം നമുക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. രക്ഷ എന്ന് പറഞ്ഞാൽ സാൽവേഷൻ മീൻസ് ഏറ്റവും ഉത്കൃഷ്ടമായത് ലഭിക്കുന്നു. സ്തോത്രം. അരമാർക്ക്. നികൃഷ്ടമായതിൽ നിന്നും വിടുതൽ. വെരി ഗുഡ്. ഏറ്റവും ഹീനമായത് അല്ലെങ്കിൽ നികൃഷ്ടമായത് നമുക്ക് നൽകപ്പെടാതിരിക്കുന്നു. നമുക്ക് അർഹമായ ഏറ്റവും നികൃഷ്ടമായത്, ഹീനമായത്, ഭീകരം, ബീഭത്സമായത് നമ്മിൽ നിന്നും മാറ്റിവെക്കപ്പെടുന്നു. എന്നിട്ടോ നമുക്ക് അർഹമല്ലാത്ത ഏറ്റവും ഉത്കൃഷ്ടം, ശ്രേഷ്ഠമായത് സൗജന്യമായി നൽകപ്പെടുന്നു. ഇതാണ് രക്ഷ. ഏറ്റവും ഹീനമായതും ഭീകരമായതും ബീഭത്സമായതും എന്തൊക്കെയാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഏറ്റവും ഉത്കൃഷ്ടമായത് നമുക്ക് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാലോ നിത്യജീവൻ അല്ലെങ്കിൽ ദൈവത്തോടുള്ള നിരപ്പ്, മക്കളെന്ന അവകാശം, രക്ഷ, അങ്ങനെ. ഓക്കെ. സ്തോത്രം. ഏറ്റവും ഉത്കൃഷ്ടമായത് നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുക എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത. അതേ തുടർന്ന് നമുക്ക് ഈ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം ലഭിച്ചെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് അംഗീകരണം ലഭിക്കുന്നു. അംഗീകരണം ലഭിക്കുന്നു. ശരി, രക്ഷ. ഈ രക്ഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ ഇത്ര വലിയതാകാൻ എന്താ കാരണം? ഇത്ര വലിയ രക്ഷ. സ്തോത്രം. God gave his son. God gave his son. Okay, good. വിലയേറിയ രക്തം നൽകി. വിലയേറിയ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. തീർച്ചയായിട്ടും.
സ്തോത്രം. നമുക്ക് വില കൊടുക്കാൻ പറ്റാത്തത്. വില മതിക്കാനാവാത്തത്, നമുക്ക് വില കൊടുക്കാനൊക്കാത്തത്. ഷുവർ. നമ്മളതാണ് ഇനി നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാ. ഈ രക്ഷ ഇത്ര വലിയതാകാൻ എന്താണ് കാരണം? Why this salvation or the Christian salvation is so great? എന്തുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നു? സ്തോത്രം. സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുക്കുന്നത് സോ ഗ്രേറ്റ് എ സാൽവേഷൻ. ഇത്ര വലിയ രക്ഷ. ആദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്രിസ്തീയ രക്ഷയെ ഇത്ര വലുതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടോ? സ്തോത്രം. പണ്ട് സായിപ്പ് വള്ളത്തിൽ പോയതും വള്ളം മറിഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ ഉപദേശിമാരുടെ ഉദാഹരണത്തിൽപ്പെട്ടൊരു കാര്യമാണല്ലോ. ഓർമ്മ വരുന്നുണ്ടാവും. ഒത്തിരി പഠിപ്പുള്ള ഒരു സായിപ്പിനെയും കൊണ്ട്, വിദ്യാഭ്യാസമുള്ള സായിപ്പിനെയും കൊണ്ട് മഴക്കാലത്തൊരു നദി ഇങ്ങനെ ക്രോസ് ചെയ്യുക വള്ളത്തിൽ. അപ്പോൾ ഇയാള് കഥയാണല്ലോ, പണ്ട് മുതലേ നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വള്ളത്തിൽ പോകുന്ന സമയത്ത് ഈ വള്ളക്കാരനോട് അയാളുടെ വിദ്യാഭ്യാസമൊക്കെ ചോദിച്ചു. 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് വള്ളം തുഴയാൻ വേണ്ടി വന്ന മനുഷ്യൻ അങ്ങേർക്കെന്തോ അറിയാം. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും ഇങ്ങേര് പറയും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളുടെ ജീവൻ്റെ 10%, 20%, 50%, ഇതറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ്റെ 50% പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് വള്ളം മറിയുന്നു. മറിയാൻ നേരം ഈ വള്ളക്കാരൻ ചോദിച്ചെന്ന ഉപദേശിമാരുടെ ഭാഷയാണേ, സായിപ്പേ, നിങ്ങൾ ബയോളജിയും ആവോളജിയും ഈയോളജിയൊക്കെ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് നീന്തോളജി അറിയാമോ? സ്വിമ്മിങ് അറിയാമോന്ന്? നീന്തോളജി അറിയാമോ? ഇല്ല. അറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടേത് 30, 40, 50 ഒന്നുമല്ല, 100% പോയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇത്ര വലിയ രക്ഷ, ഈ രക്ഷയുടെ ഇത്ര വലിയ വലുപ്പം, ഇതിനെ ഇത്രയും വലിമയോടെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. Could we ever understand this salvation that we got freely through Christ? So great a salvation. സ്തോത്രം. കാനവച്ചൻ പറയുമായിരുന്ന ഒരു കാര്യം നമ്മളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറയും, എങ്ങനുണ്ട്, എന്തുകൊണ്ട് വിശേഷം? ഓ, ദൈവമല്ലാതെ ആരുമില്ല അച്ഛാ. അപ്പൊ അച്ഛൻ പറയുന്നതാ നമുക്കറിയാമല്ലോ, ദൈവം ഉണ്ട് എന്നത് ഒരു വലിയ കാര്യമായി കാണാനേ സാധിക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഓക്കെ, ഈ രക്ഷ നീതീകരണത്തെക്കുറിച്ചും സൗജന്യമായി നൽകപ്പെടുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നു. തീർച്ചയായിട്ടും
നമുക്കതിൻ്റെ ചില വശങ്ങളിലേക്ക് എത്താം. അതുകൊണ്ട് നമ്മൾ ഇനി ചിന്തിക്കുന്നത്, സോ ഗ്രേറ്റ് എ സാൽവേഷൻ എന്നുള്ളതാണ്. വൈ ഈസ് ഇറ്റ് സോ ഗ്രേറ്റ് എ സാൽവേഷൻ? ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുവാൻ ഉള്ള കാരണം, അത് എത്രയും വലുതാണെന്ന് വെച്ചാൽ അത് ദൈവത്തോളം വലുതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ രക്ഷയ്ക്ക്. കാരണം ഈ രക്ഷ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ we are totally gone. We are totally lost. ഈ രക്ഷ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണ്, എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാ, വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ നഷ്ടപ്പെട്ടവരാ. If we didn't receive this salvation, then we are totally lost, unredeemably lost. വീണ്ടെടുക്കാൻ ഒക്കാത്തതുപോലെ നഷ്ടപ്പെട്ടവരായിത്തീരും. അപ്പോൾ ഏറ്റവും ഒന്നാമത് ഈ രക്ഷ ഇത്ര വലിയതാണെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, വേദപുസ്തകം അനുസരിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്നത് എന്താണ്? രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷം. സ്തോത്രം. രക്ഷാദാനമോ എന്നുള്ള പാട്ടൊക്കെ നമുക്കറിയാമല്ലോ. എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെന്നും പാർക്കുവാൻ. ജീവിതത്തിൽ മറ്റൊന്നുമില്ലാതിരുന്നപ്പോഴും രക്ഷിക്കപ്പെട്ടു. ദൈവം എനിക്ക് സൗജന്യമായി ദാനമായി രക്ഷ നൽകി. ഞാൻ ആ രക്ഷയുടെ പെട്ടകത്തിലാണ് എന്ന ബോധ്യമുള്ളവന് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും ഒന്നാമത് നാം പ്രാപിച്ച ഈ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കണം. അത് വലുതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്തുകൊണ്ടത് വലുതായിരിക്കുന്നു, എത്രയും അത് വലുതായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ഈ വിഷയത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഏത് വിഷയത്തിൽ? എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്നൊക്കെ ബോധ്യമുള്ള ഒരാൾ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ നേരിട്ടാലും അവനെ അതൊന്നും പിടിച്ചു കുലുക്കത്തില്ല. സ്തോത്രം. കാരണം അവനെ വേട്ടയാടുന്ന പ്രശ്നങ്ങളെക്കാൾ ഏറെ വലിയ സന്തോഷമാണ് ഈ രക്ഷയിലൂടെ ഒരുവന്റെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ, ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. അപ്പം അത്രയ്ക്കും വലിയ സന്തോഷം, ആ ഒരു ബോധ്യം, ഒരു കൺവിക്ഷൻ. സ്തോത്രം. ഐ ആം forgiven, I am saved, I am redeemed, I am a child of God. This very surety, assurance will keep us immovable even in the midst of problems, loneliness, refusal, and so on. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രക്ഷയുടെ വലിപ്പം നാം മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ മറ്റു പലതും കർത്താവിനോട് ചോദിക്കുന്നത് നിർത്തും. പിന്നെ നമുക്ക് സ്തോത്രം പറയാനേ കൂടുതൽ കാണത്തുള്ളൂ.
അത്രയ്ക്ക് വലിയ രക്ഷയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അതിലെ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പിരിയാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വിവരണങ്ങളിലേക്ക് നമുക്ക് നാളെ പോകാം. It is so great a salvation because of its origin. Because of its origin. ഈ രക്ഷ ഇത്ര വലിയതാകുവാനുള്ള കാരണം സ്തോത്രം എന്താ? അതിൻ്റെ ഈ രക്ഷയുടെ ദാതാവ് അല്ലെങ്കിൽ ഈ രക്ഷയുടെ സ്രോതസ്സിൻ്റെ ആനുപാതികമായിട്ടാണ് ഇതിൻ്റെ വലിപ്പം. സ്തോത്രം. It is very much important, the source of this salvation. സ്തോത്രം. പൗലോസ് തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ച് പറയുമ്പോഴും ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഗലാത്യർ 1:1 വായിക്കാമോ? ഗലേഷ്യൻസ് 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലുമത്രേ അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. കണ്ടോ, അവിടെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയില്ല. Paul, an apostle, not from men, nor through man, but through Jesus Christ and God the Father, who raised him from the dead. Praise God. Not from man or by man. മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല. എന്തൊരു ഉറപ്പാ. സ്തോത്രം. പിന്നെ ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും നേരിട്ട് പ്രാപിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഓഥൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത. സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതുപോലെ നമുക്ക് ഈ പകർന്നു കിട്ടിയിരിക്കുന്ന സുവിശേഷം, ദൈവവചനം അല്ലെങ്കിൽ രക്ഷ, സ്തോത്രം, എങ്ങനെയുള്ളതാ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നാ. അതിൻ്റെ സ്രോതസ്. സ്തോത്രം. അപ്പോൾ ഇത്ര വലിയ രക്ഷ, പ്രിയരെ, നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും വലുതാണെന്ന് കണ്ടാൽ, സ്തോത്രം, ഈ ലോകത്തിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, എല്ലാം കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. നിധി മറഞ്ഞിരിക്കുന്ന വയലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ അവൻ വാങ്ങി. നാമും അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയാൽ നമുക്കുള്ളതെല്ലാം നഷ്ടമായാലും ഈ രക്ഷ പ്രാപിക്കുവാനും പ്രാപിച്ചാൽ അതിൽ സന്തോഷിക്കുവാനും അതിൽ തന്നെ തുടരുവാനും നമുക്ക് ഇടയായിത്തീരും. അതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.